നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ വിവിധ കേസുകളിൽ പിടികൂടിയ 300 കിലോ കഞ്ചാവ് നശിപ്പിച്ചു. മലമ്പുഴ ഇമേജിൽ വെച്ച് കഞ്ചാവ് നശിപ്പിച്ചത് പുകരഹിത ഇൻസിനറേറ്ററിൽ. കഞ്ചാവ് കത്തിച്ചു നശിപ്പിച്ചത് പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷകരമല്ലാത്ത രീതിയിലെന്ന് അധികൃതർ. വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം വെട്ടേറ്റത് തിരുത്തിപ്പറമ്പ് കനാൽ പാലത്തിന് സമീപം താമസിക്കുന്ന മോഹനൻ, മകൻ ശ്യാം എന്നിവർക്ക്. വടക്കഞ്ചേരി പെട്രോൾ പമ്പിൽ നിന്ന് പണം കവർന്ന സംഘം കോഴിക്കോട്ട് പിടിയിൽ. അറസ്റ്റിലായത് പരപ്പനങ്ങാടി പാഞ്ഞാൽ തൊഴിൽപ്പാടത്ത് ഇഫ്താർ സൽക്കാരം നടക്കുകയായിരുന്ന വീട്ടിലേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് പാഞ്ഞു കയറി. 2 പേർക്ക് ഗുരുതര പരിക്ക്. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇടിച്ചു തകർത്തു. അപകടം വ്യാഴാഴ്ച പുലർച്ചെ. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ലയിലെ എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ വിവിധ കേസുകളിൽ പിടികൂടിയ 300 കിലോ കഞ്ചാവ് നശിപ്പിച്ചു. മലമ്പുഴ ആനക്കലിൽ പ്രവർത്തിക്കുന്ന ഇമേജിന്റെ പുകരഹിത ഡ്രൈ ടൈപ്പ് ഇൻസിനറേറ്ററിലാണ് കഞ്ചാവ് കത്തി നശിപ്പിച്ചത്. ആധുനിക രീതിയിലുള്ള പുകരഹിത ഡ്രൈ ടൈപ്പ് ഇൻസിനറേറ്ററിൽ പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷമില്ലാത്ത രീതിയിലാണ് കഞ്ചാവ് കത്തിച്ച് നശിപ്പിച്ചത്. പാലക്കാട് ഡിവിഷനിലെ NDPS ആൻഡ് കൺവെയൻസ് ഡിസ്പോസൽ കമ്മിറ്റി ചെയർമാനായ പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ Y ഷിബു, കമ്മിറ്റി അംഗം പാലക്കാട് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ NG അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. വിവിധ എക്സൈസ് ഓഫീസുകളിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ചാക്കുകളിലാക്കി ജീവനക്കാർ തന്നെയാണ് സ്ഥാപനത്തിൽ എത്തിച്ചത്. ഡിസ്പോസൽ നടപടിയിൽ ഇമേജ് ഓപ്പറേഷണൽ മാനേജർ പീറ്റർ സാമുവൽ, എൻവയോൺമെന്റ് എഞ്ചിനീയർ ശ്രുതി തോമസ്, ഓപ്പറേഷണൽ കോർഡിനേറ്റർ ജിനീഷ് രാജ്, PM നിഖിൽ, പാലക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസ് എക്സൈസ് ഇൻസ്പെക്ടർ R റിനോഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK നാരായണൻ, K രജീഷ് കുമാർ, ഗുരുവായൂരപ്പൻ, K അഭിലാഷ്, TS അനിൽകുമാർ, K സുരേഷ്, A അരവിന്ദാക്ഷൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ V ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ അച്ഛനും മകനും വെട്ടേറ്റു. തിരുത്തിപ്പറമ്പ് കനാൽ പാലത്തിന് സമീപം താമസിക്കുന്ന മോഹനൻ, മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത്. നിരവധി കേസുകളിൽ പ്രതിയായ രതീഷും സംഘവുമാണ് ആക്രമിച്ചത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. വ്യാഴാഴ്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രി 8 മണിക്കായിരുന്നു സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ രതീഷും സംഘവും മോഹനന്റെ വീട്ടിലെത്തി മകൻ ശ്യാമിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. ശ്യാമിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ചെന്നതാണ് പിതാവ് മോഹനൻ. ഇതോടെ സംഘം മോഹനന് നേരെ തിരിഞ്ഞു. ഇരു കൈകളിലും വാളേന്തിയായിരുന്നു രതീഷ് മോഹനനെ ആക്രമിച്ചത്. പുറത്തും നെഞ്ചിലും വെട്ടേറ്റ മോഹനനെയും മകൻ ശ്യാമിനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മോഹനന്റെ കുടുംബവുമായി രതീഷിന് നേരത്തെ തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ വ്യാഴാഴ്ച പോലീസ് പിടികൂടി. തിരുത്തിപ്പറമ്പ് സ്വദേശി രതീഷ് എന്ന മണികണ്ഠൻ, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇടിച്ചു തകർത്തു. ചെറുതുരുത്തി സ്വദേശിയായ യുവാവ് സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ചെറുതുരുത്തി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് അതിവേഗം ഇടിച്ചു കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാറിലെ എയർ ബാഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതിനാൽ യുവാവ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എന്നാൽ അപകടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി പെട്രോൾ പമ്പിലെ മോഷണത്തിൽ പ്രതികൾ പിടിയിലായി. പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ, ആഷിഖ് എന്നിവരാണ് കോഴിക്കോട്ട് വെച്ച് പിടിയിലായത്. കോഴിക്കോട് പന്നിയങ്കര പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർ നിരവധി മോഷണ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ കവർച്ചയ്ക്കായി ഉപയോഗിക്കാൻ എറണാകുളത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി. ദേശീയപാതയിൽ പന്തലാംപാറത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ബൈക്കിലെത്തിയവർ പണം തട്ടിയെടുത്ത് കടന്നുകളയുകയായിരുന്നു. മാസ്ക് ധരിച്ച് ബൈക്കിൽ പമ്പിലെത്തിയ 2 പേർ പെട്രോൾ അടിക്കുന്ന സ്ഥലത്തെത്തി ജീവനക്കാരുടെ സമീപം വെച്ചിരുന്ന ബാഗ് തട്ടിയെടുത്ത് പോവുകയാണുണ്ടായത്. 48,380 രൂപയടങ്ങിയ ബാഗാണ് കവർന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ 12:50 സംഭവം. CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. വാഹനം കേന്ദ്രീകരിച്ച് വടക്കഞ്ചേരി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചാണ് കവർച്ചാ സംഘം വടക്കഞ്ചേരിയിൽ എത്തിയതെന്ന് തെളിഞ്ഞിരുന്നു.
ബൈക്കിന്റെ ഉടമയുടെ മേൽവിലാസം പോലീസ് പരിശോധിച്ചപ്പോഴാണ് എറണാകുളമാണെന്ന് തിരിച്ചറിഞ്ഞത്. അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിയുടെ ബൈക്ക് ഇന്നലെ മോഷണം പോയതായി തെളിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ഞാൾ തൊഴിൽപ്പാടത്ത് ഇഫ്താർ വിരുന്ന് നടക്കുന്ന വീട്ടിലേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് പാഞ്ഞു കയറി. ജീപ്പ് 6 അടി താഴ്ചയുള്ള വീട്ടിലേക്ക് മറിഞ്ഞു ഇടിച്ചു നിൽക്കുകയായിരുന്നു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൊഴിൽപ്പാടം സെന്ററിന് സമീപം താമസിക്കുന്ന തോണിക്കടവിൽ സുലൈമാന്റെ വീട്ടിലേക്കാണ് നിയന്ത്രണം വിട്ട ജീപ്പ് പാഞ്ഞു കയറിയത്. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കല്ലുടുമ്പിൽ വീട്ടിൽ 50 വയസ്സുള്ള അലി, തോണിക്കടവിൽ ഉമ്മറിന്റെ മകൾ 10 വയസ്സുള്ള മിൻഹ ഫാത്തിമ എന്നിവർക്കാണ് ഗുരുതരമായ പരിക്കേറ്റത്. ഇവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭയിൽ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയ യുവതി യുവാക്കൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്കാണ് തൊഴിൽ പരിശീലനം നൽകിയത്. പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അയ്യങ്കാളി സ്മാരക പഠനകേന്ദ്രത്തിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഇവിടെ നമുക്കുള്ള ഒരു പ്രശ്നം, നമ്മൾ ആദ്യ ഘട്ടത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. നമ്മൾ വിചാരിച്ച റിസൾട്ട് ഈ മേഖലയിൽ നിന്ന് വന്നില്ല. പട്ടികജാതി ഉദ്യോഗാർത്ഥികൾ, യുവതി യുവാക്കൾ അവരുടെ സർക്കാർ ജോലിയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുക എന്നതാണ് ഈ കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്കൊരു നല്ല ഒരു റിസൾട്ട് ആദ്യഘട്ടത്തിൽ വന്നു എന്ന് പറയാൻ സാധിക്കും. പട്ടികജാതി വികസന ഓഫീസർ മേഘ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, K കൃഷ്ണകുമാർ, വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ, T ലത, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ഫോക്കസ് അക്കാദമി പ്രതിനിധി അജിത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അംഗൻവാടി ഹെൽപ്പർമാർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ മങ്കര കാവുപുര അംഗൻവാടി ഹെൽപ്പർ പങ്കജത്തിന് മങ്കര ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK കണ്ണൻ, CDPO രമ, സൂപ്പർവൈസർമാരായ P നളിനി, AJ പ്രജി, MS ഷീബ, S ഷീജ, PP റസീല എന്നിവർ സംസാരിച്ചു. പങ്കജം മറുപടി പ്രസംഗവും നടത്തി. സേവനം എന്ന ബേസിൽ അംഗൻവാടികൾ തുടങ്ങി. ഇന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കുടുംബത്തിൽ നല്ല ഒരു കാര്യം നടക്കുമ്പോൾ സ്വന്തം വീട്ടുകാരൻ അറിയുന്നതിന് മുമ്പ് ആരറിയും. നിങ്ങൾ അറിഞ്ഞിട്ടേ സംഭവം നടക്കുള്ളൂ, അല്ലേ? അപ്പം അത്രയും ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞു നമ്മൾ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് എത്തി. ഇപ്പോൾ നിങ്ങളുടെ അതേ ലെവലിലാണ് കുറേ ആളുകൾ, രാഷ്ട്രീയം പറയല്ല, തിരുവനന്തപുരത്ത് 38 ദിവസമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഇപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ട്, അല്ലേ? അത് എന്തിനാ ചോദിച്ചാൽ എന്തിനാണ്? അതായത് നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ആവശ്യമായ പൂർണ്ണമായ ശമ്പളം എന്തായാലും നമുക്ക് കിട്ടില്ല, ഉറപ്പാണ്. കാരണം ഇതൊക്കെ പ്രോജക്റ്റുകളാണ്. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു വർധനവ് എന്താണ് ആവശ്യമാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. 125 പേർക്കാണ് കിറ്റുകൾ നൽകിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ആശ്രയ ഗുണഭോക്താക്കൾക്ക് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്ത് 125 പേർക്കാണ് കിറ്റുകൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ അധ്യക്ഷനായി. ജലജ ശശികുമാർ, മുജിബുദ്ദീൻ, റെജീന, ലസീജ തുടങ്ങിയ ജനപ്രതിനിധികളും ജീവനക്കാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വേനൽ കനത്തതോടെ ദാഹശമനിയുമായി ഇത്തവണയും കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ തണ്ണീർപന്തൽ. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ആറാണി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമാണ് സൗജന്യ സംഭാരണ വിതരണം. കൊടുംവേനലിൽ നാടുണങ്ങുന്നു, നാവുണങ്ങുന്നു, ദാഹജലവുമായി എന്ന വാചകത്തോടെയാണ് കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തണ്ണീർപന്തൽ ഒരുക്കിയിട്ടുള്ളത്. ക്ലബിന്റെ നേതൃത്വത്തിൽ 14ാമത് വർഷമാണ് തണ്ണീർപന്തൽ ഒരുക്കുന്നത്. പൊതുജനങ്ങളുടെ സഹകരണത്തോടെയാണ് സംഭാര വിതരണം നടത്തുന്നതെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന സംഭാര വിതരണത്തിന്റെ ചുമതല ക്ലബ്ബ് വളണ്ടിയർമാർക്കാണെന്ന് സെക്രട്ടറി ബിജു പറഞ്ഞു. പാലക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ
ആഭിമുഖ്യത്തിൽ ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് പട്ടാമ്പി പാലക്കാട് സംസ്ഥാന പാതയിൽ ആറാണി ബസ് കാത്തിരുന്നതിന് സമീപം ഈ എല്ലാ വർഷവും 14ാമത്തെ വർഷമാണ് സംഭാര വിതരണം. തണ്ണീർപ്പന്തൽ എന്ന പേരിൽ കഴിഞ്ഞ 14 വർഷമായി നടത്തിയിരുന്നതാണ്. മീനമാസം 1-ാം തീയതി ആര്യങ്കാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി മീനമാസം 1-ാം തീയതി തുടങ്ങി മഴ തുടങ്ങുന്നവരെ ഏകദേശം 25ഓളം ദിവസം സംഭാരകൾ നടത്താറുണ്ട്. നാട്ടുകാരുടെയും ഓട്ടോറിക്ഷക്കാർ ഈ ചുമട്ടുകൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ നടത്തുന്നത്. ഇതിന് ജനകീയ പങ്കാളിത്തോടെ നടത്തുന്ന പരിപാടിയാണ്. ഏകദേശം 1000 ലിറ്റർ വെള്ളം ഒരു ദിവസം ചിലവാകുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ജീവകാരുണ്യപ്രവർത്തനം നടത്തുന്നത്. ഈ വഴിയാത്രക്കാർക്ക് വളരെയധികം തണലായിക്കൊള്ളുന്ന പരിപാടിയും മാറിയിട്ടുണ്ട്. ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനമാണ് പരിപാടി നടത്തുന്നത്. ആര്യങ്കാവ് പൂരത്തോടനുബന്ധിച്ച് കൂട്ട് ആരംഭിച്ച മാർച്ച് 15 മുതൽ വേനൽക്കാലം അവസാനിക്കുന്നതുവരെ ഏകദേശം 75 ദിവസത്തോളമാണ് സൗജന്യ സംഭാര വിതരണം നടക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ വിഭാഗം ഗുണഭോക്താക്കൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് ജനറൽ വിഭാഗം ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് TP രജീഷ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ, മുജിബുദ്ദീൻ, റജീന, ലസീജ, KB രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിലെ എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ വിവിധ കേസുകളിൽ പിടികൂടിയ 300 കിലോ കഞ്ചാവ് നശിപ്പിച്ചു. മലമ്പുഴ ഇമേജിൽ വെച്ച് കഞ്ചാവ് നശിപ്പിച്ചത് പുകരഹിത ഇൻഡിനേറ്ററിൽ. കഞ്ചാവ് കത്തിച്ചു നശിപ്പിച്ചത് പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷകരമല്ലാത്ത രീതിയിലെന്ന് അധികൃതർ. വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം വെട്ടേറ്റത് തിരുത്തിപ്പറമ്പ് കനാൽ പാലത്തിന് സമീപം താമസിക്കുന്ന മോഹനൻ, മകൻ ശ്യാം എന്നിവർക്ക്. വടക്കഞ്ചേരി പെട്രോൾ പമ്പിൽ നിന്ന് പണം കവർന്ന സംഘം കോഴിക്കോട്ട് പിടിയിൽ. അറസ്റ്റിലായത് പരപ്പനങ്ങാടി പാഞ്ഞാൽ തൊഴിൽപ്പാടത്ത് ഇഫ്താർ സൽക്കാരം നടക്കുകയായിരുന്ന വീട്ടിലേക്ക് നിയന്ത്രണം വിട്ട ജീപ്പ് പാഞ്ഞു കയറി. 2 പേർക്ക് ഗുരുതര പരിക്ക്. ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇടിച്ചു തകർത്തു. അപകടം വ്യാഴാഴ്ച പുലർച്ചെ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.